എൻ്റെ പേര് രാധിക. ഞാൻ കൊല്ലം പുനലൂരിൽ നിന്നാണ് വരുന്നത്. ആദ്യം തന്നെ എനിക്ക് ഈ സാക്ഷ്യം പറയാനായിട്ട് ഈ അൾത്താരയിൽ വരാൻ കിട്ടിയൊരു ഭാഗ്യം, സാക്ഷ്യം പറയാനുള്ള അവസരവും ദൈവമഹത്വം ഇതിലൂടെ വാഴ്ത്തപ്പെടാൻ കിട്ടിയൊരു അവസരത്തിന് ഞാൻ 1000 നന്ദി മാതാവിനും തിരുകുമാരനും പറയുന്നു. ഞാനിവിടെ പള്ളിയിൽ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഞാൻ ഇവിടെ ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്, എനിക്കും ഏതൊരു സാക്ഷ്യം ഇവിടെ ഒന്ന് പറയണമെന്നുള്ളത്. അപ്പം ഞാൻ ഞാൻ നിയോഗമായിട്ട് വെച്ചിരുന്നത് എൻ്റെ NCLEX എന്ന് പറഞ്ഞൊരു എക്സാമാണ്. ഞാനൊരു നേഴ്സാണ്. അപ്പം എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഇപ്പം എല്ലാവരും അത്യാവശ്യം നല്ല നിലയിലായി. പക്ഷെ എനിക്ക് കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ 4 വർഷം ജോലി ചെയ്തു, 3 വർഷം ഇപ്പോൾ ജോലി ഇല്ലാതിരിക്കുന്നു. അപ്പം എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ പോകുമ്പോൾ എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ 1 രൂപ പോലും എടുക്കാൻ കാണത്തില്ല. എല്ലാത്തിനും എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഹസ്ബൻഡ് അമ്മയുടെ അടുത്തോ ചോദിച്ച് വാങ്ങിക്കണം. എൻ്റെ അമ്മയ്ക്കോ എൻ്റെ അച്ഛൻ മരിച്ചുപോയി, അവർക്കാർക്ക് 1 രൂപ കൊടുക്കാൻ പോലും എൻ്റെ കയ്യിൽ കാണത്തില്ല. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ടും എനിക്കൊരു ജോലിയില്ല, ഒന്നുമില്ലെന്ന്. അപ്പോൾ ഞാൻ പലയിടത്തും ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഈ ഓഫർ ലെറ്ററും കിട്ടും. അപ്പം അന്നേരം എനിക്ക് എൻ്റെ കുഞ്ഞിനെ മിസ് ചെയ്യും. കൊച്ചുങ്ങളെ ഇട്ടിട്ട് GCCയിലൊക്കെ പോവുകയാണെങ്കിൽ സൗദിയിലും ഒക്കെ ഓഫർ ലെറ്റർ കിട്ടി. പക്ഷെ കൊച്ചുങ്ങളെ ഇട്ടിട്ട് പോകാനുള്ള വിഷമം കൊണ്ട് പോയില്ല. പിന്നെ ഹസ്ബൻഡ് കുവൈറ്റിലായിരുന്നു. അപ്പോൾ കുവൈറ്റിൽ പോകാമെന്ന് വെച്ചാൽ എല്ലാം ശരിയായി, വിസ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അത് കുറേ ഏജൻസിയുടെ പ്രശ്നം കാരണം അതും ക്യാൻസലായി. അങ്ങനെയാണ് പിന്നെ ഞാൻ 2ാമത് പ്രഗ്നൻ്റ് ആയി. പിന്നെ ഇപ്പോൾ കുഞ്ഞിന് 2.5 വയസ്സായി. അപ്പോൾ എൻ്റെ ഗ്യാപ്പ് കൂടി വന്നു. അപ്പോൾ എനിക്കൊരു ജോലി ഇല്ലാതെ എനിക്കിങ്ങനെ നല്ല വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സഹോദരൻ പറഞ്ഞിട്ട് നിനക്ക് OET അങ്ങനെ എന്തെങ്കിലും എഴുതി കൂടി, ഒരു നേഴ്സല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ OET പഠിച്ചു. OET പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇതിനിടയ്ക്ക് കാനഡയിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നു. അവൻ്റെ ഇഷ്ടത്തിന് ഞാൻ വേണ്ട, എനിക്കിതൊന്നും കിട്ടത്തില്ല, എനിക്ക് ഭാഗ്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തള്ളിക്കളഞ്ഞതാണ്. പക്ഷെ അവൻ കൊടുത്താൽ അല്ലേ കിട്ടൂ എന്ന് വിചാരിച്ചിട്ട് അവൻ തന്നെ ബയോഡേറ്റ കൊടുത്തു. കുറേ മാസങ്ങൾക്ക് ശേഷം എനിക്ക് ആ ബയോഡേറ്റ ഞാൻ സെലക്റ്റായി, CV ഷോർട്ട് ലിസ്റ്റ് വന്നു, ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തു, ഓഫർ ലെറ്റർ കിട്ടി. അതുവരെ ഞാൻ OET യൂറോപ്യൻ കൺട്രി അങ്ങനെ വിചാരിച്ചിരുന്നു. എനിക്ക് ഒരു ഏജൻസിയും ഇല്ലാതെ എനിക്ക് കാനഡയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ഞാൻ സെലക്റ്റായി, ഓഫർ ലെറ്റർ കൈ വന്നു. അപ്പോൾ അതിന് മുന്നേ വരെയൊന്നും എനിക്ക് കൃപാസനത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. ശരിക്കും എൻ്റെ സ്വന്തം വീട് ഇവിടെ ആലപ്പുഴ ഈ ഡിസ്ട്രിക്റ്റിൽ തന്നെ അമ്പലപ്പുഴയിലാണ്. എന്നിട്ട് പോലും ഞാൻ കൃപാസനത്തിൻ്റെ മഹത്വം എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. കേട്ടിട്ടുണ്ട്, IMS പള്ളി അങ്ങനെയൊക്കെ ഞാൻ വന്നിട്ടുണ്ട്, കുഞ്ഞുനാൾ തൊട്ടേ പള്ളിയിലൊക്കെ വന്ന് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഒരു കൃപാസന അമ്മ എന്താണ്, അതിൻ്റെ മഹത്വം എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ യേശുവിനെ പ്രാർത്ഥിക്കുമായിരുന്നു, വേറെ പള്ളികളിലെ പ്രാർത്ഥനകളൊക്കെ കേൾക്കുമായിരുന്നു, നിയോഗം വെക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് പ്രാർത്ഥിച്ച് വരുന്നത് നേടിയിട്ടുണ്ട്. പക്ഷേ കൃപാസന അമ്മ എന്താണെന്നോ അതിൻ്റെ മഹത്വം എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനങ്ങനെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. ഞാൻ എൻ്റെ പ്രോസസ്സിംഗ് ആയിട്ട് മുന്നോട്ട് പോയി. ഏജൻസി ഒന്നും ഇല്ലാതെ ആയതുകൊണ്ട് ഞാൻ വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ പോയി IELTS എക്സാം എഴുതി പാസ്സായി. പിന്നെ അടുത്തൊരു വലിയ കടമ്പയായിരുന്നു NCLEX എന്ന് പറഞ്ഞ എക്സാം. അത് ഒരു ഇൻ്റർനാഷണൽ ലൈസൻസ് എക്സാമാണ്. അത്യാവശ്യം ലൈസൻസ് എക്സാമിൽ ഇച്ചിരി ടഫസ്റ്റ് ആയിട്ടുള്ളൊരു എക്സാമാണ്. അപ്പോൾ അത് കിട്ടുക എന്നുള്ളൊരു വലിയ കടമ്പയാണെന്ന് തന്നെ എനിക്കറിയായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് പോയി എക്സാം എഴുതി. ഞാൻ ഫെയിലായി, എനിക്ക് കിട്ടിയില്ല. എൻ്റെ വീട്ടുകാർ വരെ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കിതിനൊന്നും ഒരു കഴിവില്ല, ഞാനിതിനൊന്നും വെറുതെ ഹസ്ബൻഡിൻ്റെ പൈസ കളയാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ മുന്നോട്ട് പോയത്, എനിക്കിതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്നേരം ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം എനിക്കെന്നെ ഇതുവരെ എത്തിച്ചില്ലേ, ഒരു ഏജൻസി ഇല്ലാതെ ഇതുപോലൊരു ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റിൽ ഞാൻ സെലക്ട് ആയെങ്കിൽ ബാക്കി ദൈവം നോക്കിക്കോളും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ എക്സാം ഫെയിലായപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇതേപോലെ കൃപാസനം നിങ്ങൾക്ക് അറിയാവുന്ന തന്നെ ആയിരിക്കും, അടുത്തുള്ള കൃപാസനം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഞാൻ ഇപ്പം കൊല്ലത്തുനിന്ന് വരുന്നെങ്കിൽ വീട് അമ്പലപ്പുഴയാണ്, സ്വന്തം വീട്. അപ്പം അറിഞ്ഞിട്ടില്ലേ ഇങ്ങനെ ഉടമ്പടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു തന്നു. അങ്ങനെ അന്നേരം ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചില്ല, കൃപാസനത്തിൽ വന്നൊന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അതും പെട്ടെന്ന് എന്തോ മനസ്സിൽ തോന്നിയതാണ്. ഞാൻ കായംകുളം വരെ പോയപ്പോൾ അവിടുന്ന് മനസ്സിൽ തോന്നി ഞാൻ അടുത്ത ട്രെയിൻ കയറി ഇങ്ങോട്ട് വരുമായിരുന്നു. എന്നെ ആരോ കൊണ്ടുവന്ന പോലെ എനിക്ക് തോന്നിയത്. ഇവിടെ വന്നപ്പോഴും ഇവിടുന്ന് തിരിച്ചു പോയപ്പോഴും എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹം അങ്ങനെയൊന്നും തോന്നിയില്ല. ബസ്സിൽ വെച്ച് ഇങ്ങനെ തോന്നി, ഉടമ്പടി എടുത്താൽ എനിക്കത് പാലിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചിന്തകൾ വന്നു. രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എൻ്റെ അടുത്ത് ആരും ഉടമ്പടി എടുക്ക് ഞാൻ എന്തുകൊണ്ട് എടുക്കുന്നില്ല. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻസ്, എനിക്കത് കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ പറ്റുമോ, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറ്റുമോ, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലുള്ള സംശയങ്ങൾ. ഇതിലെല്ലാം ദൈവം തന്നെ എൻ്റെ മനസ്സിൽ അതിൻ്റെ ആൻസറും തന്നു. അങ്ങനെ എന്തായാലും ഞാൻ എടുക്കാമെന്ന് തീരുമാനിച്ചു. എനിക്ക് ജൂണിലാണ്, കഴിഞ്ഞ ഈ 2024 ജൂൺ 22-നാണ് എനിക്കിങ്ങനെ വരണമെന്ന് തോന്നിയത്. അപ്പോൾ ആ മാസം ഞാൻ വന്നു കഴിഞ്ഞ് ജൂലൈ 23-ന് ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ എൻ്റെ ഫസ്റ്റ് നിയോഗമായിരുന്നു എൻ്റെ NCLEX എക്സാം. എല്ലാവരും എനിക്ക് കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് തോറ്റുപോയതിന് ഞാൻ ശരിക്കും നന്നായിട്ട് വിഷമിച്ചു. കാരണം എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. ഹസ്ബൻഡ് തരുന്ന പൈസ ഞാൻ എല്ലാം നശിപ്പിച്ച് കളയണം. പേപ്പർ വർക്കിനൊക്കെ ഒരുപാട് പൈസയായി. ഇതിനോടൊക്കെ ഒരു 1-2 ലക്ഷം രൂപയോളം ചിലവായി കഴിഞ്ഞു. ആ പൈസ എല്ലാം ഞാനിത് ഫെയിൽ ആവുകയാണെങ്കിൽ പോവും. അപ്പോൾ 2ാമതൊരു അറ്റംപ്റ്റിന് ഹസ്ബൻഡ് സമ്മതിച്ചു. വീട്ടുകാരും സപ്പോർട്ട് ചെയ്തു.
അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുത്താൽ പാസ്സാകുമെന്ന് എൻ്റെ അടുത്ത് ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ദൈവത്തിനെ, പക്ഷേ അതിന് വേണ്ടിയിട്ടില്ല, ദൈവത്തിൽ ഞാൻ വിശ്വസിച്ചു. പണ്ട് തൊട്ടേ ഉള്ള വിശ്വാസം കൂടുതലാക്കി. അതിനു മുന്നേ എനിക്ക് മാതാവിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഞാൻ കർത്താവിൽ വിശ്വസിക്കുമായിരുന്നു, മാതാവിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. മാതാവിൽ വിശ്വസിച്ചു, മാതാവിനെ പൂർണ്ണമായും വിശ്വസിച്ചു എന്ന് തന്നെ പറയണം. ഞാൻ എൻ്റെ എൻക്ലക്സും എൻ്റെ ജീവിതം എല്ലാം ഞാൻ മാതാവെ ഞാൻ നിനക്ക് തരുവാ, എന്നെ ഒന്ന് ജയിപ്പിക്കണേ എന്ന് പറഞ്ഞ് നന്നായി പ്രാർത്ഥിച്ചു. ഞാൻ സെപ്റ്റംബർ 4 എക്സാം എഴുതി തിരിച്ചു വരുന്നപ്പോൾ ബാംഗ്ലൂരിൽ ട്രെയിനിൽ വെച്ച് തന്നെ ഞാൻ അറിഞ്ഞു ഞാൻ പാസ്സായി എന്ന്. എനിക്ക് സത്യമായിട്ടും അറിയത്തില്ല. 150 ക്വസ്റ്റ്യനുള്ളതിൽ 85 ക്വസ്റ്റ്യൻ ആയപ്പോഴേ ഞാൻ പാസ്സായി. കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയി. ഞാൻ തോറ്റു പോയപ്പോൾ 85 ഷട്ട് ഡൗൺ ആയപ്പോൾ എനിക്കറിയത്തില്ല അത് തോറ്റോ ജയിച്ചോന്ന്. പക്ഷേ ഇത് 85. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എക്സാമിന് എൻ്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ വചനപ്പെട്ടി എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് കർത്താവിനൊരു പുതിയ സങ്കീർത്തനം പാടുവിൻ, കർത്താവ് അത്ഭുത പ്രവർത്തികൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വചനമാണ് എനിക്ക് റിസൾട്ട് വരുന്നതിൻ്റെ രാവിലെ കിട്ടിയത്. പിന്നെ പലവട്ടം കിട്ടിയിട്ടുണ്ട്, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, എനിക്ക് നിന്നെ നന്നായി അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് അധികം ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് എനിക്കൊന്നും അധികം ചെയ്യാൻ പറ്റില്ല. സാമ്പത്തിക സഹായങ്ങളായിട്ടൊന്നും. എൻ്റെ ഒരു മാമൻ വയ്യാതെ കിടക്കുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് എനിക്ക് കുറച്ച് ആ മാമന് മാത്രം ഒരു സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്തു. പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം ഞാൻ ഈ എൻക്ലെക്സ് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. എൻ്റെ അറിവുകൾ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു ചെയ്തത്. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പത്രങ്ങൾ കൊടുക്കുകയും പിന്നെ എന്നും രാവിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ വചനപ്പെട്ടിയിൽ നിന്ന് ഒരു വചനം എടുത്തിട്ട് അത് ഞാൻ സ്റ്റാറ്റസ് ഇടുമായിരുന്നു. അപ്പം ഞാനൊരു ഹിന്ദു ആണ്. എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് മോശമായിട്ടൊക്കെ പറയുമായിരുന്നു, നീ എന്തുവാ ക്രിസ്ത്യനായോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ അടുത്ത് ഒരുപാട് ഓരോന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞു, എനിക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ കാണണ്ട, ഞാനിടും, എനിക്ക് വിശ്വാസമുണ്ട് മാതാവില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ദൈവത്തിനോട് പറഞ്ഞത് എൻ്റെ റിസൾട്ട് പാസ്സാവുകയാണെങ്കിൽ ആ റിസൾട്ട് ഞാൻ ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്ന്. അങ്ങനെ ഞാൻ റിസൾട്ട് വന്നു പാസ്സായപ്പം ഞാനതെൻ്റെ ഒരു 100 പേര് കാണും എന്തായാലും. അപ്പം ഞാൻ സ്റ്റാറ്റസ് ഇട്ടു, കൃപാസന മാതാവും തിരുകുമാരനും കാരണം എൻ്റെ എക്സാം ഞാൻ പാസ്സായിന്ന്. അങ്ങനെ എന്നോട് ഒരുപാട് പേര് കൃപാസനത്തെക്കുറിച്ച് ആ റിസൾട്ട് കണ്ടപ്പം ഒരുപാട് പേര് എന്നെക്കുറിച്ച് അന്നേരം ഓരോരുത്തരും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് ചോദിച്ചു. അപ്പം ഞാൻ എല്ലാവർക്കും അത് പറഞ്ഞു കൊടുത്ത്. അങ്ങനെ എൻ്റെ ചേച്ചിയും 1-2 പേര് ഇതിൽ വിശ്വാസമായി. അവർ ഓൺലൈൻ ഉടമ്പടിയൊക്കെ എടുത്തു. അങ്ങനെ മറ്റുള്ളവരിൽ എനിക്ക് ഒരുപാട് പേരിൽ എനിക്ക് ആ വിശ്വാസം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞു. എൻ്റെ മക്കളാണെങ്കിൽ തന്നെ ഞാൻ അവർക്ക് എല്ലാം കാണിച്ചും ദൈവത്തിന് പ്രാർത്ഥിക്കുന്നതൊക്കെ അവരെയും കൂട്ടത്തിൽ വിളിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പിന്നെ എക്സാമിന് പോകാൻ നേരത്തെ ഞാൻ ഉപ്പ് കൊണ്ടുപോയിരുന്നു. എക്സാമിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്യുമ്പോഴും ഞാൻ ആവേ മറിയ പറഞ്ഞാണ് ഞാൻ ഓരോ ആൻസറും ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കറിയത്തില്ല ഇപ്പോഴും ഞാൻ ഒരിക്കലും ഞാൻ പറയത്തില്ല എൻ്റെ കഴിവുകൊണ്ടാണെന്ന്. അത് കംപ്ലീറ്റ്ലി ദൈവത്തിൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ്. ഇറ്റ്സ് നോട്ട് ബൈ മൈ മെറിറ്റ്, ഓൺലി ബൈ ഗ്രേസ്. കാരണം എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ കഴിവിലായിരുന്നു ഞാൻ ആദ്യം പാസ്സായേനെ. പക്ഷേ ഇതൊരിക്കലും എൻ്റെ കഴിവുണ്ടല്ല, ദൈവം മാത്രമാണ്, മാതാവ് എന്നെ സഹായിച്ചിട്ട് മാത്രമാണ് ഞാൻ പാസ്സായത്. അങ്ങനെ പാസ്സായി. എന്തായാലും എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം പിന്നെ എൻഡോസ്മെൻറ്റുകളൊക്കെ 2 ദിവസം, എൻ്റെ ലൈസൻസ് പ്രൊസീജിയർ കഴിയാൻ ഒരു 1.5 ആഴ്ച എടുത്തു. അത് സബ്മിറ്റ് ചെയ്ത് 2 ദിവസം കൊണ്ട് എനിക്ക് എൻഡോസ്മെൻറ്റ് കിട്ടി. വർക്ക് പെർമിറ്റിനും PR-നും ഒക്കെ ഏജൻസിക്കൊക്കെ ലക്ഷങ്ങളായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ അതിനുള്ള ഒരു സാമ്പത്തികമായ ഒരു ഇതില്ലാത്തത് കൊണ്ട് എൻ്റെ ആങ്ങളെ തന്നെയാണ് എനിക്കതെല്ലാം ചെയ്തു തന്നത്. ഒരു റിജക്ഷനും ഇല്ലാതെ 28 ദിവസം കൊണ്ട് എൻ്റെ വർക്ക് പെർമിറ്റ് അപ്രൂവലായി. ഞാൻ അടുത്ത ഞായറാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും. തിങ്കളാഴ്ച രാവിലെ 24-ാം തീയതി എനിക്ക് ഫ്ലൈറ്റ്, ഞാൻ കാനഡയ്ക്ക് പോവുകയാണ്. 4 പേരുടെയും വിസ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. 4 പേരും കൂടെ ഒരുമിച്ച് പോവുക എന്നുള്ളത്. കാരണം എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ ഞങ്ങൾക്ക് അധികം കിട്ടിയിട്ടില്ല. പുള്ളി ഗൾഫിലായിരുന്നു, ഞാനും പിള്ളേരും ആയിരുന്നു. എന്നെ ഇപ്പോഴാണ് ഒന്നിച്ച് ജീവിക്കാനൊക്കെ തുടങ്ങിയത് നന്നായിട്ട്. അപ്പോൾ എനിക്കത് ഒരിക്കലും മിസ്സാകലെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു, വലിയൊരു പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ എനിക്ക് 4 പേര് ഒരുമിച്ചാണ് ഞങ്ങൾ പോകുന്നത്. എൻ്റെ ആഗ്രഹം പോലെ തന്നെ കുഞ്ഞുങ്ങളും ഹസ്ബൻഡും ആയിട്ട് തന്നെയാണ് കാനഡയ്ക്ക് പോകുന്നത്. അടുത്ത ആഴ്ച പോവുകയാണ്. പിന്നെ ദൈവം ഇതുപോലെ എനിക്ക് ചെറിയ ചെറിയ സഹായങ്ങളായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എന്നെ ഒത്തിരി സഹായിച്ച ദൈവത്തിന് 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 69:13 തിരുവചനം അരുളി ചെയ്യുന്നു, കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. രാധിക തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒരിക്കലും ജോലി ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. ജോലി എന്നുള്ളത് എത്രമാത്രം ഓരോ വ്യക്തികൾക്കും പ്രാധാന്യം ഉള്ളതാണെന്നും അത് ജീവിതത്തിൽ നമുക്കൊരു വരുമാന മാർഗം എത്രമാത്രം ആവശ്യമാണെന്നുള്ളതൊക്കെ ഓരോ വ്യക്തികൾക്കും അറിയാം. തനിക്ക് ഗ്യാപ്പ് മാത്രമാണുള്ളത്. ഒരിക്കലും ആ ഗ്യാപ്പുള്ളത് കൊണ്ട് തന്നെ തനിക്ക് പുറത്തേക്കൊന്നും പോകാനും തനിക്ക് സാധ്യമല്ല എന്നൊക്കെ
ഈ മകള് വിചാരിച്ചിരുന്നു തന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, അതുതന്നെയാണ് മറ്റുള്ളവരും പറഞ്ഞിരുന്നത്. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം നീ എനിക്ക് വിലപ്പെട്ടവനാണ്, ബഹുമാന്യനാണ്, പ്രിയങ്കരനാണ്, ഇതാണ് തിരുവചനം പറയുക. ഇത് ഈ മകൾക്ക് ബോധ്യം കിട്ടത്തക്ക രീതിയിൽ ഒരു ആത്മധൈര്യം വരുന്നു. തനിക്കൊരു ഏജൻസിയും ഇല്ലാതെ തനിക്ക് തൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ചെയ്യുവാനും തനിക്ക് പുറത്തേക്ക് പോകുവാനും ഒക്കെ കഴിയുന്നതിൻ്റെ സാക്ഷ്യമാണ് നാം കേട്ടത്. എൻഗ്ലക്സ് RN എക്സാം അത് എഴുതി പാസ്സാകുന്നതും അതിന് എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ തിരുനടയിലെടുത്ത ഉടമ്പടി തനിക്ക് ആത്മബലം തന്നത്, ആത്മധൈര്യം തന്നത്. അങ്ങനെ താൻ ഇനി ഫാമിലിയോട് കൂടി പോവുകയാണ് കാനഡയ്ക്ക്. അപ്പോൾ ഒന്നുമില്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് തനിക്ക് ഇന്ന് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാനും അതുപോലെ താൻ ചെയ്യാൻ തനിക്ക് ബോധ്യം കിട്ടിയത്രയും കാരുണ്യ പ്രവർത്തികളൊക്കെ അതിൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യുവാനുമൊക്കെ ഈ മകൾ പരിശ്രമിക്കുന്നു. അങ്ങനെ ഇന്ന് സന്തോഷത്തോടെ രാധിക തൻ്റെ വിസയും ടിക്കറ്റും ഒക്കെ ആയിട്ട് അമ്മയെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. അമ്മയുടെ തിരുനടയിൽ വന്ന് നിന്ന് അമ്മയോട് നന്ദി പറഞ്ഞ് അമ്മയെയും കൂട്ടിയുള്ള ഒരു യാത്ര തുടരുകയാണ്. ഈ യാത്രയിൽ തീർച്ചയായും തൻ്റെ ജീവിതത്തിൽ താൻ ഇതൊരിക്കലും മറക്കില്ല എന്നുള്ളതിൻ്റെ ആദ്യത്തെ പടിയാണ് ഇവിടെ വന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.